ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡ് ഈസ് വിത്ത് അനു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റം എങ്ങനെയാണ് ഇന്റർഫേസിലേക്ക് റെൻഡർ ചെയ്യുന്നത് എന്നാണ്. അതായത് ഇപ്പോ എന്റെ കയ്യിൽ ഒരു 10 പേരുടെ നെയിം ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതെനിക്കൊരു ലിസ്റ്റ് ഫോർമാറ്റിൽ റിയാക്ട് ജെഎസ് യൂസ് ചെയ്തിട്ട് റെൻഡർ ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഒരു ലിസ്റ്റ് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അതെങ്ങനെയാണ് റിയാക്ട് ജെഎസിൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ മാപ്പ് ഫംഗ്ഷൻ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്യാവശ്യം ജാവാസ്ക്രിപ്റ്റിൽ നോളജ് ഉണ്ടാവുമല്ലോ. മാപ്പ് ഫംഗ്ഷൻ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു അരയോ ഒരു ഒബ്ജക്റ്റിൽ കൂടിയോ നമ്മൾ ലൂപ്പ് ചെയ്ത് അതിൽ ഓരോ എലമെന്റ് ആയിട്ട് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇപ്പോ ഒരു ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു അരേ ഫംഗ്ഷൻ നമ്മളിപ്പോ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഫോർ ലൂപ്പോ വൈൽ ലൂപ്പോ ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ജാവാസ്ക്രിപ്റ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിൽറ്റിൻ ലൂപ്പ് മെക്കാനിസം ആണ് ഈ മാപ്പ് ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പൊ നമുക്ക് കോഡിങ് സ്റ്റാർട്ട് ചെയ്താലോ. ഞാനിവിടെ ഒരു പേഴ്സൺ ലിസ്റ്റ് ഫങ്ഷണൽ കോമ്പോണന്റ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഫസ്റ്റ് ഒരു പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു അരേ ഓഫ് ഒബ്ജക്ട്സ് ആണ് കേട്ടോ ചെയ്തു വെച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ നമുക്കൊരു റിയൽ പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓഫ് കോഴ്സ് ഡൈനാമിക് ആയിട്ട് വരുന്ന അരേ ഓഫ് ഒബ്ജക്ട്സ് ആയിരിക്കും. നമ്മളിപ്പോ ഡയറക്റ്റ് ആയിട്ട് ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ കൂടെ ഈ പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് അരയിൽ കൂടെ ലൂപ്പ് ചെയ്ത് ഓരോ ഒബ്ജക്റ്റിലും ഓരോ പേഴ്സണെയാണ് നമ്മൾ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. ID, നെയിം, ഏജ്, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ലിസ്റ്റ് ഫോർമാറ്റിൽ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ റെൻഡർ ചെയ്യണം. അതെങ്ങനെയാന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2-3 മെത്തേഡിൽ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളും എന്നാൽ ഏറ്റവും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് നമ്മുടെ ഇന്റർഫേസിലേക്ക് ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ അൺഓർഡേർഡ് ലിസ്റ്റിന്റെ അകത്ത് നമ്മൾ ഈ പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള അരേ കൂടെ ലൂപ്പ് ചെയ്യും. എന്നിട്ട് ഓരോ പേഴ്സന്റെയും ഡീറ്റെയിൽ ആയിരിക്കും. ഓരോ അൺഓർഡേർഡ് ലിസ്റ്റ് എങ്ങനെയാണ്? ഒരു UL ടാഗ് ഉണ്ടാവും അല്ലെ. UL ടാഗ് അല്ലേ അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് HTML. ഇതിൽ ഓരോ LI ടാഗും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ പേഴ്സൺ ഡീറ്റെയിൽ ആയിരിക്കും, അവരുടെ നെയിമും ഏജും. ഇതെങ്ങനെയാണ് ഡൈനാമിക് ആയിട്ട് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയല്ല, അൺഓർഡേർഡ് ലിസ്റ്റിലേക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അപ്പൻഡ് ചെയ്യാൻ പോവുകയാണ്. കോഡിങ് സ്റ്റാർട്ട് ചെയ്താലോ. അതിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുക. കോൺസ്റ്റ് അരേ പേഴ്സൺ ഡീറ്റെയിൽ എന്നാണ് ഞാൻ ആ വേരിയബിളിന്റെ നെയിം കൊടുക്കാൻ പോകുന്നത്. പേഴ്സൺസ് ഡീറ്റെയിൽസ് ഈക്വൽ ടു എന്നും പറഞ്ഞ് പേഴ്സന്റെ അരേ കൂടിയാണ് മാപ്പ് ചെയ്യുന്നത്. മാപ്പ് ഫംഗ്ഷന്റെ അകത്ത് ഒരു അരേ ഫംഗ്ഷൻ പോലെയാണ് ചെയ്യുന്നത്. ഈ പേഴ്സൺസിന്റെ ഓരോ ഒബ്ജക്റ്റിനെയും ആണ് പേഴ്സൺ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. ഇതിന്റെ അകത്ത് നമ്മൾ ഒരു LI ടാഗ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡൈനാമിക് ആയിട്ട് LI ടാഗ് ക്രിയേറ്റ് ചെയ്ത് അപ്പൻഡ് ചെയ്യാൻ പോവാണ്. ഈ LI ടാഗിന്റെ ഉള്ളിൽ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നു. ESI സിന്റാക്സ് യൂസ് ചെയ്തിട്ട് പേഴ്സൺ ഒബ്ജക്റ്റിൽ നിന്ന് നെയിമിനെ ആക്സസ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ഏജ് എന്നാണ് കൊടുക്കുന്നത്. എഗെയിൻ നമ്മൾ പേഴ്സൺ ഒബ്ജക്റ്റിന്റെ അകത്തുനിന്ന് ഏജ് പ്രോപ്പർട്ടിനെ ആക്സസ് ചെയ്യുന്നു. ഇനി ഫൈനലി, അപ്പൊ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. സിമ്പിളുമാണ്, അതുപോലെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാനും പറ്റും. ഡയറക്റ്റ് റിട്ടേൺ മെത്തേഡിന്റെ ഉള്ളിൽ നമുക്ക് ഈ മാപ്പർ യൂസ് ചെയ്തിട്ട് LI ടാഗ് അപ്പൻഡ് ചെയ്യാം. അതിനേക്കാളും കുറച്ചും കൂടെ കൺസൈസ് ആയിട്ടുള്ള റീഡബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതും ഈ ഇതിന്റെ അകത്ത് പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വേരിയബിളിൽ നമുക്ക് കൊടുക്കാം. ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് UL ടാഗിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്പൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്താ, പേഴ്സൺസ് ലിസ്റ്റിൽ കൂടെ മാപ്പ് ചെയ്ത് നമ്മൾ ഓരോന്നായിട്ട് റീഡ് ചെയ്ത് LI ടാഗിലേക്ക് ഒരു വേരിയബിൾ യൂസ് ചെയ്ത് അപ്പൻഡ് ചെയ്ത് വേരിയബിളിന് ഫൈനലി UL ലിസ്റ്റിലേക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഒരു ലിസ്റ്റ് നമുക്ക് റിയാക്ട് ജെഎസിൽ റെൻഡർ ചെയ്യാൻ പറ്റുന്നത്. ഇതാ നമുക്ക് ഔട്ട്പുട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നെയിമും ഏജും ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി കുറച്ചും കൂടെ നമുക്ക് ഇത് റീഡബിലിറ്റി ഇൻക്രീസ് ചെയ്യണം, ബെറ്റർ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയും പോർഷനില്ലേ, അതായത് ലിസ്റ്റിൽ നിന്ന് റീഡ് ചെയ്ത് മാപ്പ് ചെയ്ത് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് വരെ ഒരു പേജിലും, പിന്നെ അതിന്റെ എക്സാക്ട് കോമ്പോണന്റ് ക്രിയേഷൻ, ലിസ്റ്റിന്റെ ക്രിയേഷൻ വേറൊരു പേജിലും ചെയ്യാം. അതായത് നമ്മൾ പ്രോപ്സ് യൂസ് ചെയ്തിട്ട് വേറൊരു ഇപ്പോ എന്താ ലിസ്റ്റ് ക്രിയേറ്റ് ലിസ്റ്റ് എന്നോ അല്ലെങ്കിൽ റെൻഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ പുതിയൊരു പേജ് ഉണ്ടാക്കിയിട്ട് ഈ റെൻഡേർഡ് ലിസ്റ്റിലേക്ക് ഈ പേഴ്സൺസ് അരേ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെ ഒരു ആട്രിബ്യൂട്ട് ആയിട്ട് പാസ് ചെയ്ത് കൊടുത്താൽ മതി. കോഡ് കുറച്ചും കൂടെ റീഡബിലിറ്റി ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ കുറച്ചും കൂടെ സിന്റാക്സ് വൈസ് ബെറ്റർ ആവും കേട്ടോ. അതും നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ആട്രിബ്യൂട്ട് എങ്ങനെയാ പാസ് ചെയ്യുന്നത് 2-3 വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. അതൊരു എക്സസൈസ് ആയിട്ട് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.